ഇവിടെ ബൈഡൻ ജയിച്ചപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് നിങ്ങളുടെ ഗുണ്ടകളെ അയച്ച് വിപ്ലവം നയിച്ച് അവിടെ പ്രസിഡന്റിന്റെ സീറ്റെ പോലും പോയി കുത്തിയിരുന്ന ഒരു ചരിത്രമില്ലേ എന്ന് ഇവർ തിരിച്ചടിക്കുന്നു. അപ്പോ ആ വിഷയത്തെ പറ്റി ഒന്ന് ജയിച്ച ആളെ അംഗീകരിക്കാൻ രണ്ട് പാർട്ടിക്കാരും തയ്യാറാണോ? അതായത് കമലാ ഹാരിസ് ജയിച്ചാൽ ഈ പറയുന്ന മാതിരി വീണ്ടും പഴയത് ആവർത്തിക്കാതെ ഈ പറയുന്ന നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ശക്തമായിട്ട് അംഗീകരിക്കുമോ ഇവരെ? അതേമാതിരി ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനി ജയിച്ചു കഴിഞ്ഞാൽ കമലാ ഹാരിസ് ട്രൂ അതിനെ അംഗീകരിക്കുമോ? ആ ഒരു ചോദ്യം നിങ്ങളൊന്ന് രണ്ടു കൂട്ടർ ഉത്തരം പറഞ്ഞാൽ നല്ലതാണ്. ഞാൻ കാണികൾക്ക് വേണ്ടി കൂടെ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ. Kamala Harrison is a person who goes by rule of law. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും നിയമങ്ങൾ അനുസരിച്ചും പോകാൻ ബാധ്യസ്ഥയാണ്. അത് അവൾ പറഞ്ഞു കഴിഞ്ഞു. ഷീ ഈസ് റൂളിംഗ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം ഇല്ല, അത്രേ ഉള്ളൂ. പഴയത് ആവർത്തിക്കുമോ? അധികാരം ഇപ്പോൾ പ്രസിഡന്റ് ബൈഡന്റെ കയ്യിലും കമല ഹാരിസിന്റെ കയ്യിലും ആയിരിക്കുന്നത്. ആളുകൾ പോയി എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പോലീസിനെയും പട്ടാളത്തെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ അതൊരു വ്യത്യസ്ത സാഹചര്യമാണ്. എന്റെ അഭിപ്രായത്തിൽ കമല ഹാരിസ് ജയിക്കുകയാണെങ്കിൽ ഒരു പ്രസിഡന്റായിട്ട് തന്നെ കയറും. അതുമാത്രമല്ല, ഈ ഡിബേറ്റ് നടന്നപ്പോൾ ട്രംപ് അവർക്ക് ഹസ്തദാനം കൊടുത്തിരുന്നല്ലോ. അന്നേരം ആ നിലയിൽ ഒരു ചലഞ്ചായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ചോദ്യം ഇപ്പൊ രണ്ട് സൈഡാണ്. ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന മലയാളികളാണ്. അപ്പം നമ്മുടെ മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് നമ്മൾ അമേരിക്ക കുടിയേറിയവർ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ടെക്സാസിലും മിസിസിപ്പിയിലും പോർട്ട് ബെൻഡിലും അമേരിക്ക മൊത്തം നോക്കിയാൽ എന്തുകൊണ്ടാണ് മലയാളികൾ ഇന്ത്യൻസ് വോട്ടിംഗ് ശതമാനത്തിൽ വളരെ കുറവ്? ഞാനൊക്കെ നാട്ടിൽ വോട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്നു, പഞ്ചായത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അമേരിക്ക വന്നു കഴിയുമ്പോൾ നമ്മുടെ ആളുകൾ മലയാളികൾ, ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻസ്, ഏഷ്യൻസ് ഇല്ല, വോട്ടിങ്ങിൽ വളരെ പിന്നിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ രണ്ട് സൈഡിനും ബാധിക്കുന്നുണ്ട്. അതിനെ ഏത് സൈഡാണ് ഇതിനെക്കുറിച്ച് സ്ട്രാറ്റജീസ് ഉള്ളത്, ഈ ഫീൽഡിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്? സെക്കൻഡ്, ലീഗൽ ഇമിഗ്രൻ്റ് ആയതിനെ എനിക്ക് ചാലഞ്ചാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ്. അപ്പോൾ ലീഗൽ ഇമിഗ്രൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏത് സൈഡിനാണ് കൂടുതൽ സ്ട്രാറ്റജീസ് ഉള്ളത് അല്ലെങ്കിൽ മികച്ച നിലപാടുകളുള്ളത് എന്ന് കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. അതുകൊണ്ട് ഡെമോക്രാറ്റ് ആയിരുന്ന അദ്ദേഹം പിറ്റേ ദിവസം റിപ്പബ്ലിക്കനിലോട്ട് മാറി. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും മാറത്തില്ല. ഒരിടത്ത് ഞാൻ നിന്നാൽ അവിടെ നിന്നുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് എൻ്റെ പേഴ്സണാലിറ്റി കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരെ മുൻപോട്ട് വരാം. അവരുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അത് നമ്മൾ അനുഭവിച്ച് കാണുന്നുണ്ട്. ഇവർ മുൻപോട്ട് പോയാൽ ഇവരെ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? അത് നമ്മൾ തെളിയിച്ച് കാണിക്കണം. ഒന്നീ വിളിക്കുമ്പോഴൊന്ന് അതിനൊരു അറ്റൻഷൻ കൊടുക്കണം. അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, അല്ലെ സാധിക്കും, ഇഗ്നോർ ചെയ്യരുത്. അതാണ് ഉണ്ടായ പരമാവധി. ഇവരെല്ലാം ക്യാമ്പയിൻ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അതുകൊണ്ട് മലയാളി നമ്മുടെ കേരളത്തിലുള്ളവർ, ഇന്ത്യയിലുള്ളവർ വളരെ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ആ രാഷ്ട്രീയ പ്രബുദ്ധത ഈ അമേരിക്കയിലേക്കും അവർ തീർച്ചയായിട്ടും ഇറക്കുമതി ചെയ്തു. അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ഈ ഡിബേറ്റ് ഇവിടെ തന്നെ കൂടുന്നത്. ഓക്കെ, നമ്മൾ ഇവരും പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല, ഇവരും പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ പ്രബുദ്ധരായ ഒരു ജനക്കൂട്ടമാണ്, അവരെ ആക്കണം, അതിനു വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തിൽ അർത്ഥമില്ല കൂടുതലായിട്ട് കേട്ടോ. ഐ എം സോറി. പിന്നീട് വേറെ ഒരു കാര്യം കൂടെ പറയാം. തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ വോട്ടിങ്ങിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടി എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്, അമേരിക്കക്ക് എന്ത് കിട്ടി. ഓക്കെ, നമ്മൾ ഇന്ത്യൻ അമേരിക്കൻസ് ആണ്. എനിക്ക് വാട്ട് ഡിഡ് യു ഡു ഫോർ മീ എന്നല്ല ചോദിക്കേണ്ടത്. വൺസ് വി ആർ ഇമിഗ്രേറ്റഡ്, വി ആർ എ പാർട്ട് ഓഫ് അമേരിക്കൻ സിറ്റിസൺസ്, വി ആർ റിയൽ സിറ്റിസൺസ്. രാജ്യത്തിന് എന്ത് കിട്ടി? അതുകൊണ്ട് ആ രീതിയിൽ വേണം പ്ലീസ് ചിന്തിക്കാൻ. അപ്പോൾ ഇപ്പൊ വേറെ ഗുജറാത്തി വരുന്നു, അല്ലെങ്കിൽ തമിഴം വരുന്നു, ആന്ധ്ര വരുന്നു, അവരുടെ കാൻഡിഡേറ്റ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. അമേരിക്കയിൽ ദ ബെസ്റ്റ് നമ്മൾ എലക്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യക്കാരനായ ഒരു കാൻഡിഡേറ്റ് മോശപ്പെട്ടവനാണെങ്കിൽ he should be voted out.
അവരെ രണ്ടാമത് നമ്മൾ ജയിപ്പിക്കരുത്. തീർച്ചയായിട്ടും അതാണ് വേണ്ടതെന്ന് എനിക്ക് ഇൻഫാർച്യുവൽ ഇൻഡിപെൻഡന്റ് ആയ രീതിയിൽ പറയും. ഓക്കെ, താങ്ക് യു. സംസാരിക്കുന്നെങ്കിൽ തന്നെ രണ്ട് കൂട്ടരോടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഈ ഗൺ കൺട്രോളിനെ കുറിച്ച്. ഹൗ ഡു വി കൺട്രോൾ ദ ഗൺ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? കഴിഞ്ഞ ദിവസം നമ്മൾ ജോർജിയയിലെ കേട്ട് ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ടീച്ചേഴ്സിനെ 2 ക്ലാസ്മേറ്റ്സിനെ വെടിവെച്ച് കൊന്നു. ഞാൻ ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് നാൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങൾ പറഞ്ഞു യു ക്യാൻ ക്യാരി ഗൺ ടു ദ ക്ലാസ് റൂം. ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ എല്ലാ ക്ലാസ് റൂമിലും പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇവിടുത്തെ ഈ വെദർ ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റ് ഓർ എ റിപ്പബ്ലിക്കൻ, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ഗൺ ലോ. അത് ആർക്കും പറ്റുന്നില്ല. അതെന്താ ചെയ്യാത്തത്? അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഈ എക്സ്പേർട്സ് എന്നുള്ളതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഐ വാണ്ട് ടു ഹിയർ ബോത്ത് ഫ്രം ദി ഡെമോക്രാറ്റ് സൈഡ് ആൻഡ് gun control lobby cannot be controlled. Democrats brought several times to control the gun, at least to control the gun, not to say they are not saying eliminating, at least control by legally. Now always the gun lobby is giving money to the Republican government candidates, and therefore Republicans will never vote to control gun control. So don't vote for the Republican Party. If you vote, majority is coming from the majority congressmen and representatives are from Democratic, we will do something better. Please, that is a very important issue. Thank you. We want to carry, but assault weapons should be stopped, and there should be a check, background check. These two things he enforce. All the killings are happening not with simple guns, assault weapons. So assault weapons sales should be stopped, and Second Amendment should be accepted. I am for Second Amendment, but not for assault weapon. അല്പം സംസാരിക്കണം. ഞങ്ങൾ കേട്ടത് തെറ്റായ കാര്യമാണ്. ഡെമോക്രാറ്റ് വോട്ട് ചെയ്യണം, പ്ലീസ് ഡോണ്ട് വോട്ട് ഫോർ റിപ്പബ്ലിക്കൻ. ഡെമോക്രാറ്റ് വോട്ട് ചെയ്താൽ ഇവിടെ ഗൺ കൺട്രോൾ നടക്കുമെന്ന് മിസ്റ്റർ മാത്യു ഇടപ്പാറ പറഞ്ഞു. ഞാനതിനെ ഒന്ന് കോൺട്രഡിക്റ്റ് ചെയ്യാൻ. ഡെമോക്രാറ്റിനെ എലക്ട് ചെയ്താൽ അത് നടക്കും, റിപ്പബ്ലിക്കനെ എലക്ട് ചെയ്ത് you have a Democrat president in the White House. Why yesterday there was a shooting? Why there was a shooting today? Let me go, but you don't need to answer on that. Just think about that. If you look at Second Amendment, in 1791, December 15, America changed their constitution, made amendment for 10th Amendment, what they call civil rights. 10th Amendment, Second Amendment, you have the right to carry, bear arms on the land. You need a strong militia to protect the land and protect the people. അത് മാറ്റാൻ അമേരിക്കയിൽ ഡെമോക്രാറ്റിനും റിപ്പബ്ലിക്കനും പറ്റില്ല. Let me give you some example, okay? In 1999, Columbine High School in Littleton, Colorado, 15 kids were shot down. Clinton was president at that time, okay? Clinton didn't do it. Oh, in 2007, in Blacksburg, Virginia, 23 kids were shot down. Bush was president. Bush was president. He was a Republican. I'm telling you, he was a Democrat. He was a Republican. Now, 2012, there was in Connecticut, Newtown, Connecticut school shooting. 28 children were shot down. Obama was president. In 2018, Santa Fe High School, very close. 15 children were shot down. Trump was president. 2022, Uvalde, Texas. 22 kids were shot down. Biden was president. I was at Uvalde. I stood with those people. I hugged them. Many of us were there. Santa Fe 2018, we were there with our parents. What I'm saying is your statement is absolutely wrong. Biden just made a
a bill in June 2022. It says, I am putting the most and the stringent law for gun control. He did about a year ago. Why yesterday this happened? But now, look at, you might say Texas may have the very unrestricted laws in Texas. Look at California. When you look at the school shooting, 7 mass school shooting happened, the strict controlled, gun controlled state called California. Texas had 3. So Second Amendment it is not what is Democrats or Republican. Last week, the presumptive nominee Kamala Harris said, if somebody walk in my door, I will shoot them down. Same person last month, 2020, said, I will take away your gun. Confiscated your gun. I will take your Second Amendment out. The same person, that she flip-flopped. സാറേ മൂല കാരണം എന്താണ്? Well, listen. ലോബി. Well, listen. There is no Okay, limit. That's watching it. So Kamala Harris under the influence of lobby, I should say, I will keep my gun and shoot down. കേരളത്തിലെ നിയമം പലപ്പോഴും ഇവിടെ പ്രാവർത്തികമാക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം, ഒരുപക്ഷെ ഞാൻ വിഡിത്തമായിരിക്കാം പറയുന്നത്, കേരളത്തിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു ചെറിയ നിയമം എനിക്ക് തോന്നുകയാണ്. ഒന്ന്, ഇവിടെ നമ്മൾ പത്രമാധ്യമത്തിലൊക്കെ വായിക്കാറുണ്ട്, അരിക്കൊമ്പൻ അല്ലെങ്കിൽ ഈ പടയപ്പ ഒക്കെ കൃഷിനാശത്തിനൊക്കെ ആയിട്ട് വരും. അപ്പോൾ കേരളത്തിൽ കണ്ണ് അവനെ ഒരു എന്താ മയക്കുവെടി വെച്ച് അങ്ങോട്ട് മയക്കാൻ പറയും. തൽക്കാലം എന്തിനായി ഗൺ? സെൽഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ ഗൺ മയക്കുവെടി വയ്ക്കത്തക്ക രീതിയിലുള്ള പിസ്റ്റോൾ ഗൺ ലൈസൻസ് കൊടുത്തുകൂടാ? അപ്പോൾ മയക്കി കിടത്തലോടെ കള്ളം കയറുവാണ്. അവനെ ഒരു കയറുമ്പോൾ തന്നെ അവനെ ഒന്ന് മയക്കി വെടിയെന്ന് വെച്ചിട്ട് അവനെ മയക്കി അതിന് ഓടി രക്ഷപ്പെടുക, പോലീസ് എല്ലാവരും വിളിക്കുക. അതേമാതിരി ഒരു സ്ത്രീ അതിനു മുമ്പ് നമ്മള് സ്വയം രക്ഷകല്ലേ ഇത്. അപ്പൊ അപ്പോഴത്തേക്കും രക്ഷപ്പെട്ടോളണം മയക്കുവെടി. അതൊന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? രണ്ടു കൂട്ടരോട് ചോദിക്കാം. We are taking away your Second Amendment. You have a Second Amendment to carry your weapon regardless of what it is. Kill if you happen to be. That is the way we have been taught, and that is the way we have been conducted. We never killed anybody. I never, 33 years I carried mandatory, and I never killed anybody. അതിന്റെ സ്റ്റാറ്റീസ് ഉണ്ടോ അതിന്? ഇതാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇല്ലീഗൽ, ഞാൻ പറയാം, പുറകിലോട്ട് വേണേ പോവാം. ദിസ് ഈസ് എ ലാൻഡ് ഓഫ് ഇമിഗ്രൻസ്. ഈ രാജ്യത്ത് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. പണ്ടത്തെ കാലത്ത് ഈ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ ക്രിമിനൽസിനെയാണ് ഇവിടെ കപ്പലെ കൊണ്ടുവന്ന് ഇങ്ങനെ ഡംപ് ചെയ്തിരുന്നത്. ആദ്യകാലത്ത് ഇവിടെ വന്നിരുന്ന അവിടെ വേണ്ടാത്തവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അമേരിക്കയിലോട്ട്. അങ്ങനെ ഒത്തിരി ആദ്യകാലത്ത് ക്രിമിനൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന രാജ്യം. അതുകൊണ്ട് ഈ ക്രിമിനൽസിനെ മാത്രം അങ്ങോട്ട് ഇത് ചെയ്യാതെ ഇവര് ക്രിമിനൽസിനെ മാത്രമായി ബോർഡറിൽ കൂടെ കയറ്റി വിടുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി ആൾക്കാരൊക്കെ വരുന്നില്ല. കൊച്ചു പിള്ളേരൊക്കെ ഏത് ക്രിമിനലാ? സ്ത്രീകൾ ഏത് ക്രിമിനൽസാ? ഈ വരുന്ന കൂട്ടത്തിൽ 1 or 2 ഒക്കെ കാണും. ഇപ്പൊ ട്രംപിന്റെ കൂടെ തന്നെ ക്രിമിനൽസ് ഉണ്ടോന്ന് ഞാൻ പറയാം. ഇപ്പം എന്നോട് ഈയിടെ 2 പ്രാവശ്യം ട്രംപിനെ വെടിവെച്ചെന്ന് പറഞ്ഞു കേട്ടോ. ഞാനത് കേട്ടത് ഈ 2 പേര് റിപ്പബ്ലിക്കൻസ് ആയിരുന്നു ആദ്യം, പിന്നെ അവര് ഡെമോക്രാറ്റ് ആയതാണ്. ഈ 2 ഷൂട്ട് ചെയ്ത ആൾക്കാരും റിപ്പബ്ലിക്കൻസ് ആയിരുന്നു. അവർ 2 ക്രിമിനൽസും അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ക്രിമിനൽസിനെ അങ്ങോട്ട് അസോൾട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ SK ചെറിയാനും നമ്മൾ ഒന്നും ഇവിടെ വരത്തില്ലായിരുന്നു. ലീഗലായിട്ട് വരുന്ന മാത്രം ഒരു സിസ്റ്റത്തിൽ ആയിരുന്നു നമ്മളെല്ലാവരും വന്നേ. എല്ലാവർക്കും നിയമപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന ഇഷ്ടം. ഇവിടെ നിയമപരമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വൈറ്റ് ഹൗസിലും അവിടെ ഇരുന്ന് ചെയ്ത പാരമ്പര്യം കാണിച്ച ഒരാളാണ്. ജയിച്ച ഒരാളിനെ തോറ്റെന്ന് എനിക്ക് 1 വോട്ട് അധികം തന്നേച്ചാൽ മതി കേട്ടോ. ഒരു സിറ്റി വിളിച്ചു പറഞ്ഞ എനിക്ക് ആ ഉള്ളതിൽ 1 വോട്ട് അധികം തന്നാൽ മതി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇതിന്റെ ഡേറ്റ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വായിക്കാം. Violent crime 47% increasing, rape 42%,
കൂടിയിട്ടുണ്ട്. റോബറി 63% കൂടി. ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ തലയിലേക്ക് ഓൾ വയലൻസ് രണ്ട് കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്കുക. അവരിങ്ങോട്ട് നുഴഞ്ഞു കയറി ഒരുപക്ഷെ ജീവിക്കാൻ വേണ്ടി വരുന്നവരാകാം, ഉടനെ തോക്കുമായിട്ട് കുറെ പേരൊക്കെ ഉണ്ടാകാം. അപ്പൊ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരാണ് കൂടുതലായിട്ട് ഫൈറ്റ് തെളിഞ്ഞ് അവരുടെ കയ്യിലാണ് കൂടുതൽ തോക്കൊക്കെ ഉള്ളത്. മറ്റവർക്ക് ഒരുപക്ഷെ നീന്തി കിടന്ന് അവിടെ കഷ്ടപ്പെട്ടൊക്കെ വരുന്നവരാണ്. അപ്പൊ അവരെ മാത്രം വെടിവെപ്പുകാരാണ് എന്ന് കുറ്റപ്പെടുത്തുന്നതിന് വലിയ കാര്യമില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന മാതിരി ഇല്ലീഗൽ ഇമിഗ്രന്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. എങ്ങനെയെങ്കിലും ലീഗൽ ഇമിഗ്രൻസ്, നമ്മളെല്ലാം ലീഗലായിട്ട് വന്നവരാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് ആ മുഴുവൻ ക്രൈമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരും ക്രൈം ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട്, ഇന്ത്യക്കാരും ധാരാളം പേര് ഇല്ലീഗലായിട്ട് വരുന്നുണ്ട് മെക്സിക്കോയിലൊക്കെ ചാടി. അവരൊന്നും അങ്ങനെ ഇപ്പോൾ ഇതാ കേട്ടിട്ടില്ല കേട്ടോ, ചുരുക്കമാണ്. പിന്നെ ഹിയറാതെ ഉണ്ടാകും. നമ്മൾ അവരെ മാത്രം അങ്ങോട്ട് കംപ്ലീറ്റ് 100% അവരാണ് പറയുന്നത്. താങ്ക് യു.